നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് നമ്മുടെ ശനിയാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ UP സ്കൂൾ ടീച്ചറിന്റെ പരീക്ഷയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ തൊഴിൽ വീതിയിൽ പറയുന്നത് 55 മുതൽ 65 വരെ മാർക്കാണ്. 55-65 ആണ് തൊഴിൽ വീതിയിൽ പറയുന്ന കട്ട് ഓഫ്. ഇതിനകത്ത് അവർ പറയുന്ന ഇത്രയാണ്: ഈ എക്സാമിനേഷൻ ശരാശരി നിലവാരം പുലർത്തിയ ഒരു എക്സാമിനേഷൻ ആയിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമ്മുടെ മലയാള വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ പോലും ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്സ് വലിയ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നതായിരുന്നു. അതുപോലെ തന്നെ പൊതുവിജ്ഞാനം പൊതുവെ സിമ്പിൾ ആയിരുന്നുവെങ്കിലും നമ്മുടെ ഫിസിക്സും അതുപോലെ തന്നെ ബയോളജിയും സിമ്പിൾ ആയിരുന്നു. പക്ഷെ കെമിസ്ട്രി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു ആവറേജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 55-65 മാർക്ക് എന്നാണ് നമ്മൾ തൊഴിൽ വീതിക്കകത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും തൊഴിൽ വീതിയിലെ മാർക്ക് നിങ്ങളോട് ഞാൻ കണ്ണടച്ചങ്ങ് വിശ്വസിക്കാനൊന്നും പറയത്തില്ല. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഈ പറയുന്ന UP സ്കൂൾ ടീച്ചറിന്റെ ഒരു ആവറേജ് മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. എന്നാലും സാമാന്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. UPSTയുടെ ഈ ഒരു എക്സാമിനേഷനിൽ നല്ല മാർക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കണ്ടു തന്നെ അറിയണം എത്ര മാർക്കിലോട്ടൊക്കെ കട്ട് ഓഫ് പോകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ നമ്മുടെ ICDS സൂപ്പർവൈസർ, അതുപോലെ തന്നെ ഫാം അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള 37 തസ്തികയിലേക്ക് PSCയുടെ വിജ്ഞാപനം ഉടനെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ICDS സൂപ്പർവൈസറിന്റെ നിലവിലത്തെ ലിസ്റ്റിൽ നിന്ന് 275 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഫാമസിസ്റ്റ് അസിസ്റ്റന്റിലേക്ക് 33 ഒഴിവുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനറൽ വിജ്ഞാപനമായിട്ട് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ബയോ കെമിസ്റ്റ്, പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്കുള്ളത്, അങ്ങനെ ഒരുപാട് തസ്തികകൾ നിലവിൽ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഏതായാലും പ്രൊഫൈൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവസാനം നമ്മുടെ വിജ്ഞാപനം വന്ന് 7.5 വർഷത്തിന് ശേഷം LDCയുടെ കന്നഡ മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കഷ്ടമാണ് കേട്ടോ. കാര്യം 2016 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച പോസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2024. ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം മാസ്റ്ററിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിയൂൺ സ്വീപ്പർ റാങ്ക് ലിസ്റ്റുകളായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രൊഫൈലില് OTP സംവിധാനം, ഞാനത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടോ. അതിന് നിങ്ങൾ ടെലഗ്രാം എടുത്തിട്ട് KFPSC എന്ത് ചെയ്യുക, ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക. നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പൊ അതിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയാസമയത്തുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ OTP സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിലോ മറ്റാരുടെയെങ്കിലും പാസ്വേഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഇപ്പോൾ അത് പറ്റത്തില്ല. ഇപ്പോൾ എന്ത് ചെയ്യും, ലോഗിൻ ആവുന്ന സമയത്ത് OTP ചോദിക്കും. OTP അവരുടെ കൺസേൺ ആയിട്ടുള്ള മെയിലിലും ഫോൺ നമ്പറിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമേ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നല്ലൊരു സിസ്റ്റം തന്നെയാണ്, നല്ലൊരു സെക്യൂരിറ്റി അപ്ഡേറ്റ് തന്നെയാണ് അത്. അതുപോലെ തന്നെ LP UPയുടെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിനകത്ത് വന്നിട്ടുള്ളത് 23,000 പേരുടെ അപേക്ഷയുടെ വർധനവാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. എന്ന് വെച്ചാല് കുറച്ച് പേർക്ക് കൂടി റീഅപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ 23,000 പേരാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, LP സ്കൂൾ ടീച്ചറിനകത്ത് 6,000 പേരും UP സ്കൂൾ ടീച്ചറിനകത്ത് 16,000 പേരുമാണ് അപേക്ഷകൾ കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ HSC ഇംഗ്ലീഷ് ഇത്തവണയും സ്ഥിര നിയമനം ഇല്ല എന്ന് പറയുന്നുണ്ട്. പല സ്കൂളുകളിലും ഡിവിഷൻ കുറവുള്ള സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷിന്റെ അധ്യാപകരുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് അധ്യാപകർ എന്ന് പറയുന്ന പോസ്റ്റിന് പകരം എടുക്കുന്നത് ബാക്കിയുള്ള അധ്യാപകർ തന്നെ ഇംഗ്ലീഷും കൂടെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നിയമവിരുദ്ധമാണെങ്കിൽ കൂടെ തന്നെയും ഇത് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ വിധി അവഗണിച്ചുകൊണ്ട് തന്നെ താൽക്കാലിക നിയമനത്തിന് മന്ത്രിസഭയുടെ അനുമതി കൂടി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫോറസ്റ്റ് റേഞ്ചറിന്റെ അർഹതാ ലിസ്റ്റിൽ 121 പേര് വരുന്നുണ്ട്. വനിതാ CPO ഒരു 43,000 പേര് പരീക്ഷ എഴുതിയില്ല എന്ന് പറയുന്നുണ്ട്. CPOയിൽ 4 ഒഴിവുകൾ കൂടി വരുന്നുണ്ട്. ഇങ്ങനെ പരീക്ഷ എഴുതാതിരിക്കുന്നത് അവസാനം PSC അത് കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പോലീസിൽ അംഗബലം കൂട്ടണം മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസുകാരും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഈ ഓവർ ടൈം ജോലി കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിൽ അംഗബലം കൂട്ടിയാൽ മാത്രമേ കഴിയത്തുള്ളൂ. റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും ആൾക്കാരെ എടുക്കാത്തത് വളരെ വൃത്തികെട്ടൊരു പരിപാടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു മാറ്റം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും അംഗബലം കൂട്ടുക തന്നെ വേണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവർ മനുഷ്യർ തന്നെയാണ്, അവർക്ക് മനുഷ്യാവകാശം പോലുള്ള കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ
കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കുള്ള നിയമന ശുപാർശ 770 ആയിട്ടുണ്ട്. കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് 173 നിയമനങ്ങളോട് വരുന്നുണ്ട്. ജൂനിയർ ഇൻസ്പെക്ടറിലേക്ക് 26 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ലിസ്റ്റിൽ നിന്നും 335 നിയമന ശുപാർശകൾ പോയിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന ഷോർട്ട് ലിസ്റ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. അഡ്വൈസുകളായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സ്റ്റാഫ് നഴ്സ്, LPST കോഴിക്കോട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിൽ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ LDC, LGS അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള നമ്പറും കാര്യങ്ങളും താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. എക്സാമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു എക്സാമിനേഷൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് വിചാരിച്ച് തളർന്നു വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.